നമ്മൾ ചെറുതായിട്ട് വാങ്ങിയത് ചെറിയ കുട്ടനെ വാങ്ങിയതാണ്. എവിടുന്ന് വാങ്ങിയത്? ഇതിന് വാണിയംകുളത്തുനിന്ന് ചെറിയ കുട്ടനെ. വാണിയംകുളത്തുനിന്ന് വാങ്ങിയ സാധനമാണ് അല്ലത്. ഇതിപ്പോ എന്തിനാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്? നമ്മുടെ ഒരു ചാണകം
സ്ഥലങ്ങളല്ലേ. എന്താ ഈ ബോഡി ഇങ്ങനെ ഈ വെയിൽ കൊള്ളാത്ത കാരണമാണെന്ന് പറഞ്ഞു. ഈ ചൂടിന്റെയാണ്. അതെ, വെയിൽ കൊള്ളിച്ചാലും ബുദ്ധിമുട്ടാവും. വെയിൽ കൊള്ളിച്ചാൽ കളർ മാറും. അല്ലാണ്ട് ഒരു നാച്ചുറൽ കളറാവും. അതെ, അല്ലാതെ അതൊരു പ്രശ്നമൊന്നല്ല. പ്രശ്നമൊന്നല്ല. ഇങ്ങനെ ഒരു വെളുത്തിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഗതികൾ. CCTV ഒക്കെ എന്തിനാണ് വെച്ചിട്ടുള്ളത്? CCTV ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇല്ലാത്ത സമയത്ത് രാത്രി ഇവിടെ ഉണ്ടാവില്ല. എന്നാ പുറത്തേക്ക് വരും. രാത്രി ഇവിടെ ഉണ്ടാവില്ല. രാത്രി അപ്പൊ അതിനനുസരിച്ചിട്ട് ഇടുന്നുണ്ടല്ലേ. ഈ നമ്മൾ ചൂടത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു മഴ പെയ്യണ ഫീല്. രണ്ട് സൈഡിലും ഈ സംഗതി ഇങ്ങനെ ഈ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വരുമ്പോഴേ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. ഇവിടെ കിടന്ന് ഉറങ്ങാറുണ്ടോ രാത്രി? അല്ലേ, നല്ലൊരു കൂൾ പ്ലേസ്. ഇതെന്താണ് മോട്ടർ? ഇത് ബാത്റൂമാണ്. നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ കുറെ പടിയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇത് ഒരുപാട് നല്ല ആഴമുള്ളതാണ്. അതെ, ആ നല്ല സുഖം. ഇത് നല്ല ആഴമുള്ളതാണ്. ആഹാ, വേണ്ടോ? ഓ, നല്ല കുളവ. നോക്ക്, ഫോണില്ല എൻ്റെ.
എന്ത് തണുപ്പ് നോക്ക്. ഇതിൽ അങ്ങനെ വേസ്റ്റ് ഇതിൽ എന്തൊക്കെ മീനാ ഉള്ളത്? എന്തൊക്കെ മീനാ ഉള്ളത്? ഇതില് കണ്ണനുണ്ട്, ഇവിടെ നിന്നോളൂ, ഉണ്ട്, ഇങ്ങോട്ട് നിന്നാ കാണാം. സിൽവർ ആവോലി, 4-5 ഐറ്റം മീനുണ്ട് അല്ലേ? ഇതില് എത്ര വയസ്സായിട്ടുണ്ടാവും മീനിനൊക്കെ? ഏകദേശം എത്ര സൈസൊക്കെ ആയിട്ടുണ്ടാവും? ഏകദേശം ഇല്ല, ഇപ്പൊ കണ്ണനൊക്കെ ഇട്ടിട്ട് ഈ വർഷം ഇട്ടതാണ് കണ്ണൻ. മറ്റേതൊക്കെ ആദ്യമുള്ളതാണ്. വിൽക്കാനൊക്കെ ആയിട്ടുണ്ടാവും. ഏകദേശം ഒക്കെ ഇതെങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു ഇത് എനിക്ക് തോന്നുന്ന ഒരു മീൻ വളർത്താൻ വേണ്ടിട്ടുള്ളൊരു കുളം അല്ല അല്ലേ? ഇതൊരു അല്ല, ഇത് മൊത്തത്തില് നല്ലൊരു വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. കുളം ഉണ്ടാക്കി ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ കുഴിച്ചുണ്ടാക്കിയത്? ആദ്യമുള്ളതല്ല, കുഴിച്ചുണ്ടാക്കിയാണ്. എത്ര വെള്ളമൊക്കെ ഇത്ര സുലഭമായിട്ട് ഇതിപ്പോ നല്ല വേനലല്ലേ? നല്ല നല്ല വെള്ളം ഉണ്ട് അല്ലേ? നല്ല വെള്ളം അങ്ങോട്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ അത്ര അധികം വെള്ളം ഇത് ഇല്ല ഇല്ല ഇല്ല. എന്താണ് ഇട്ട് കൊടുക്കണേ? തേങ്ങാ പിണ്ണാക്ക്. പക്ഷെ എന്തായാലും ഒന്നാമത് ഈ ചൂട് കാരണേ നീന്തിട്ടിട്ട് കൊടുക്കണം അല്ലേ? അടിക്ക് ഇറങ്ങി പോവും. അത് ശരി. അപ്പൊ കാണാൻ അതെ അതെ, അതിന്റെ ഒരു പ്രശ്നമുണ്ടോ? കാണാൻ വൃത്തിയൊന്നുമില്ല. എത്ര പടിയുണ്ട്? 1 2 4 5 6 താഴെ വെള്ളമുണ്ട്. നമ്മുടെ കൃഷിക്ക് വേണ്ട ഇത് മൊത്തം ഇതിന്നാണ് അതല്ലേ എടുക്കുന്നത് അല്ലേ? ഇത് നമ്മളായിട്ട് പടുത്തുണ്ടാക്കി ഇതാക്കിയതല്ലേ? അത്രേ ഉള്ളു ആയിട്ടില്ലേ? ഒരുപാടൊന്നും ആയിട്ടില്ല. അതിൽ കുറെ മീനുകളൊക്കെ ഉണ്ട്. അതിന് എന്നാണ് ഇനി പിടിക്കുക? നോമ്പ്. എങ്ങനെ വല ഇട്ടിട്ട് പിടി? വെള്ളം വറ്റിക്കാറുണ്ട് അല്ലേ? വെള്ളം വറ്റിക്കുകയൊക്കെ ചെയ്യും. വേനൽക്ക് വെള്ളം അടക്കകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ടാങ്ക് അവിടെ. അത് മീനൊക്കെ പിടിച്ചിടാന്, വെള്ളം സ്റ്റോർ ചെയ്യാനൊക്കെ. നമ്മൾ ഈ കുളത്തുനിന്ന് ഏകദേശം എത്ര ഇതിന്റെ മുന്നേ വിളവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു? അത്ര അധികം ഫസ്റ്റ് പിടുത്തത്. ഏത് മീനായിരുന്നു അതിൽ പ്രധാനമായിട്ട്? വാളി. അത് നമ്മളെ എവിടെ കൊടുത്തത്? അത് അങ്ങനെ. അത് ശരി. അങ്ങനെ വേസ്റ്റ് ഇടാത്തതാണ്. കഴിക്കാനുള്ളതായതുകൊണ്ട് വേസ്റ്റ് ഒന്നും ഇല്ല. പുറമക്കാർക്ക് കഴിക്കണ വേസ്റ്റ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വിമർശിക്കല്ല. കർഷകർ വരുന്നതാണ് അങ്ങോട്ട് നിട്ടത്. പക്ഷെ പിന്നെ ഇതിൽ വളർന്ന വലിയ മീനുകൾ വളർന്നിട്ട് അത് പാറ്റി വെക്കുമ്പോൾ അതിന്റെ ക്രോസായ കുട്ടികൾ ഇതേ വലിപ്പം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അല്ലേ? അത് ശരി, അത് ശരി. പിന്നെ ഈ കുളത്തിൽ നമ്മൾ കുളിക്കാറൊക്കെ ഉണ്ടോ? ഞാൻ കുളിക്കാറുണ്ട്. എനിക്ക് തന്നെ കുളിക്കാൻ നല്ല മൂഡ് അല്ലേ? നല്ല കുളിക്കാൻ ഇപ്പൊ വേസ്റ്റ് ഒന്നുമില്ല കുളത്തിൽ. നല്ല വെള്ളം, നല്ല വെള്ളമാണ്. നമ്മൾ വേറെ പുറത്തുനിന്ന് വരില്ല. പിന്നെ എന്റെ സുഹൃത്താണ്, ഓന്റെ ഇപ്പം ഇടക്കൊന്ന് വരും, ഓനൊന്ന് വിളിക്കും, മൂപ്പറൊന്ന് വിളിക്കും. ഞങ്ങള് ഇവിടെ അങ്ങനെ പണി. പിന്നെ അവിടെ പണിക്കാരൻ ചെക്കുണ്ട്, ഇവിടെ എല്ലാം ചിലപ്പം വന്നു പോകും. അപ്പൊ പുറത്തുനിന്ന് ആരും കുളിക്കാൻ കൊടുക്കല്ലോ. പുറത്തുനിന്ന് കുളിച്ചാൽ സോപ്പൊക്കെ ഉപയോഗിക്കും. നമുക്കത് റിസ്ക് കൂടുതലാക്കും. ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ ഗൾഫിലായിരുന്നു. ആദ്യം പ്രവാസികളായിരുന്നു, അതൊക്കെ നിർത്തിപ്പോ നാട്ടില്. പിന്നെ ഗൾഫിലൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ ഇവിടെ ഒരു ആട് ഫാം ഇട്ടു. മേലെ ഹാഫിന് ആട് ഫാം ഒഴിവാക്കി, പിന്നെ പശു ഫാമാക്കി, അത് ഒഴിവാക്കി. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോത്തൊക്കെ പാടെ അങ്ങോട്ട് മാറി. അത് വളർത്തേണ്ട സൗകര്യക്കുറവായിരുന്നു അവിടെയൊക്കെ.
പിന്നെ പുൽകൃഷിയും കാര്യങ്ങളൊക്കെ പുല്ലിട്ട് കാണാൻ പുല്ലൊക്കെ ഞങ്ങൾ വെട്ടി കുറച്ച് വാഴ ആക്കിയതാണ്. അപ്പോൾ ഈ 2-3 പോത്തിനാ കുറച്ച് പുല്ല് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വാങ്ങി ഇത് സ്ഥലം നമ്മുടെ സ്വന്തമായിട്ട് ആണ്. ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ വരുന്നത്? ലാഭവും നഷ്ടവും നോക്കിയിട്ട് ഒരു കർഷകനും നടക്കൂല, വിളർക്കൂല. കർഷകനെ എങ്ങനെ നോക്കിയാലും നഷ്ടം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ പോകും, പോകും, അത് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ലാഭം കണക്ക് എഴുതി വെച്ചിട്ട് ഒരാൾക്കും ഒരു കർഷകനും വിത്ത് വിളച്ചിട്ട് ഒരിക്കലും ലാഭം കൊയ്യാൻ കഴിയും. ലാഭം കൊയ്യാൻ പറ്റും ചില സീസണുകളിൽ. പിന്നെ ഇപ്പം നമ്മൾ ലാഭമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളങ്ങനെ പോണ പോകില്ല, നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കും. ഇത് ആ തലമുറയായിട്ട് അങ്ങനെ പോരുമെന്ന് തോന്നുന്നു. എൻ്റെ അമ്മാവന്മാർ ഇവിടെ ചെറിയ അമ്മാവൻ്റെ അവർ മൂപ്പര് ഇങ്ങനെ ചെറിയ കൃഷിയായിട്ട് നടത്തുന്ന ആൾ കോഴി ഫാമും കാര്യങ്ങളായിട്ട് മൂപ്പര് നടത്തുന്നുണ്ട്. കൃഷിയായിട്ട് തന്നെ നമുക്ക് ബന്ധമുള്ളൂ. കാരണം പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ മക്കൾക്ക് കൃഷിയായിട്ട് താല്പര്യം. അവരെ നമ്മൾ കുറ്റമാണ്ട് കാര്യമില്ല. അവർ പഠിച്ച് വലുതാകുമ്പോൾ അവർക്ക് ചിന്തിക്കണം, അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പോട്ടെ ചിന്തിക്കണം. അത് അവരുടെ ഇഷ്ടം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാറുണ്ട്. മൂത്ത ഗൾഫിലാണ്, രണ്ടാമത്തെ ഉണ്ട് അവൾ പഠിക്കാണ്, മംഗലാപുരത്ത് പഠിക്കുകയാണ്. പിന്നെ ചെറിയ മോളാണ്, അവളെ 9ാം ക്ലാസ് സ്കൂളിലാണ്. മൂരില്ലേ പോത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പോത്തിനൊക്കെ വാങ്ങി എടുത്തിട്ട് ഇറക്കണം. അതല്ല, അത് വേറെ ആളെ കടയാണ്. നമ്മളവിടെ സ്റ്റാഫായിട്ട്. അപ്പൊ എത്ര രൂപയൊക്കെ ഒരു ദിവസം കിട്ടും? നമുക്ക് ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അല്ലേ? അപ്പൊ രണ്ടും കൂടി അത് രാവിലെ ആകുമ്പോഴത്തേക്കും 10 പണിയാകുമ്പോൾ കഴിയും. അതിന് ശേഷമുള്ള പണികളാണ് ഇവിടെ വന്നത്. ഏത് പണിയാണ് ഇപ്പൊ കൂടുതൽ ചെയ്യാൻ ഇങ്ങനെ താല്പര്യം തോന്നുന്നത്? രണ്ടും താല്പര്യമാണ്. ഞാൻ 15ാമത്തെ വർഷമാണ് ആ കടയിൽ. ആളുടെ കൂടെ 15ാമത്തെ വർഷമായിട്ട് ജോലി ചെയ്തു. അപ്പൊ രണ്ടിലും ഒരു വലിയ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. മക്കളൊക്കെ സുഖമായിട്ട് പോകണം, ഫാമിലിയൊക്കെ നല്ല ഡിഗ്രിക്ക് പഠിക്കണം, സപ്പോർട്ടാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ അധ്യായം നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ പോത്തിനെ കണ്ടു, അതുമാതിരി വലിയൊരു കുളത്തിൽ നമുക്ക് മീനൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് ചൂട് കാരണം. അതെ, ചൂട് കാരണം നമുക്ക് അന്ന് പുറത്ത്. ഇനി കാഴ്ചകൾ ഒരുപാടാണ്. ഇനി നമുക്ക് വെറൈറ്റി തരത്തിലുള്ള കോഴികൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പല നെല്ലുകൾ, വാഴ, അങ്ങനെ ഒരുപാട് കൃഷികളാണ് ഇനിയും കാണാൻ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം തൽക്കാലം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഉസ്മാനിക്കാടെ കൃഷിക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കല്ല. അത് അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും തുടരും. അതുവരേക്കും ഗുഡ് ബൈ.